മേടമാസ പുലരിയിലേക്ക് മലയാളി മനസ്സുകളെ കണി കാണിക്കുകയാണ് നിറഞ്ഞു പൂത്ത കൊന്നകൾ. തളിക നിറയെ കൊന്നയില്ലാതെ നമുക്കൊരു വിഷുക്കണിയില്ലല്ലോ. മകരമഞ്ഞിന്റെ കുളിരുമാറി കുമ്പച്ചൂട് എരിഞ്ഞു തുടങ്ങുമ്പോൾ കൊന്നമരത്തിന്റെ തലപ്പുകൾ തളിരിട്ടു തുടങ്ങും. പിന്നെ മണ്ണിലെ നനവേറെയും വലിച്ചെടുത്ത് മൊട്ടിട്ടൊരുങ്ങും. കൊന്നയും വിഷുവും തമ്മിൽ ചങ്ങാത്തം കൂടാൻ എന്താണ് കാര്യം? അതൊരു കഥയാണ്. ത്രേതായുഗത്തിൽ ശ്രീരാമസ്വാമി സുഗ്രീവനുമായി സഖ്യം ചെയ്ത് ബാലിയെ ഒളിയം പെയ്ത് കൊന്നത് ഒരു മരത്തിന്റെ പിന്നിൽ മറഞ്ഞിരുന്നാണെന്ന് കേട്ടിട്ടില്ലേ? അത് കൊന്നമരമായിരുന്നു. അന്നു മുതൽ ഈ മരം കാണുമ്പോൾ എല്ലാവരും ബാലിയെ കൊന്ന മരമെന്ന് പറയാൻ തുടങ്ങി. അത് പിന്നീട് കൊന്നമരമായി മാറി. ഇതിൽ മനസ്സ് വേദനിച്ച് മരം ശ്രീരാമനെ പ്രാർത്ഥിച്ചു. മുൻജന്മത്തിൽ കൊന്നമരം ഒരു കാര്യവുമില്ലാതെ ഒരാളെ ദുഷിച്ച് സംസാരിച്ചുവത്രേ. ആ കർമ്മഫലം കൊണ്ടാണ് ഈ പേര് വീണതെന്നും കലിയുഗത്തിൽ പരിഹാരമുണ്ടാകുമെന്നും അനുഗ്രഹിച്ചു. ഭഗവാന്റെ വാക്കുകൾ ശിരസാവഹിച്ചുകൊണ്ട് കൊന്നമരം ഈശ്വര ചിന്തയോട് തന്നെ കഴിഞ്ഞു. കലികാലം ആരംഭിച്ചു. പരബ്രഹ്മമൂർത്തിയായ ശ്രീകൃഷ്ണ ഭഗവാൻ തന്റെ കളിക്കൂട്ടുകാരനായി കണ്ട ഒരു ഉണ്ണിയുണ്ടായിരുന്നു. ആ ബാലൻ വിളിച്ചാൽ കണ്ണൻ കൂടെ ചെല്ലും. തൊടിയിലും പാടത്തുമെല്ലാം രണ്ടുപേരും ഓടിക്കളിക്കും. ആ കുഞ്ഞ് അതേപ്പറ്റി പറയുമ്പോൾ ആരും വിശ്വസിച്ചിരുന്നില്ല. ഒരു ദിവസം അതിമനോഹരമായൊരു സ്വർണമാല കണ്ണന്റെ കഴുത്തിൽ കണ്ടപ്പോൾ ആ ബാലന് അതൊന്നണിയാൻ മോഹം തോന്നി. കണ്ണനത് ചങ്ങാതിക്ക് സമ്മാനമായും നൽകി. വൈകിട്ട് ശ്രീകോവിൽ തുറന്നപ്പോൾ മാല കാണാതെ അന്വേഷണമായി. ആ സമയം കുഞ്ഞിന്റെ കയ്യിൽ വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണം കണ്ട മാതാപിതാക്കൾ അവൻ പറഞ്ഞതൊന്നും വിശ്വസിച്ചില്ല. അവനെ കൂട്ടി ക്ഷേത്രത്തിലേക്ക് വന്നു. അപ്പോഴും ആ ഉണ്ണി ഇത് കണ്ണൻ സമ്മാനിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. ആരും അത് വിശ്വസിച്ചില്ല. പേടിച്ച കുഞ്ഞ് തന്റെ കഴുത്തിൽ നിന്നും മാല ഊരിയെടുത്ത്, "കണ്ണാ, നീ എന്റെ ചങ്ങാതിയല്ല, ആണെങ്കിൽ എന്നെ ശിക്ഷിക്കരുതെന്നും നിന്റെ സമ്മാനമാണെന്നും ഇവരോട് പറയുമായിരുന്നു. നിന്റെ ചങ്ങാത്തം എനിക്ക് വേണ്ട, ഈ മാലയും" എന്ന് ദേഷ്യത്തോടെ ഉറക്കെ പറഞ്ഞുകൊണ്ട് ആ മാല പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ആ മാല ചെന്ന് വീണത് അവിടെ നിന്നിരുന്ന ഒരു കൊന്നമരത്തിലാണ്. അത്ഭുതമെന്ന് പറയട്ടെ, ആ മരം മുഴുവനും സ്വർണ്ണവർണ്ണത്തിലുള്ള മനോഹരമായ പൂക്കളാൽ നിറഞ്ഞു. ആ സമയത്ത് ശ്രീകോവിലിൽ നിന്ന് അശരീരി കേട്ടു, "ഇതെന്റെ ഭക്തന് ഞാൻ നൽകിയ നിയോഗമാണ്. ഈ പൂക്കളാൽ അലങ്കരിച്ച് എന്നെ കണി കാണുമ്പോൾ എല്ലാവിധ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും. മാത്രമല്ല, ഈ പൂക്കൾ കണി കാണുന്നത് മൂലം ദുഷ്കീർത്തി കേൾക്കേണ്ടി വരില്ല." അന്നു മുതലാണത്രേ കൊന്ന പൂത്തു തുടങ്ങിയത്. അങ്ങനെ കണ്ണന്റെ അനുഗ്രഹത്താൽ കണിക്കൊന്ന എല്ലാ മനസ്സുകളിലും പവിത്രമായ സ്ഥാനം പിടിച്ചു. വിഷുത്തലേന്നുവരെ മരം നിറയെ പൂത്ത കൊന്നപ്പൂക്കുലകൾ പിന്നെയൊരു മത്സരക്കളമൊരുക്കും. ഓരോ കൊന്നത്തലപ്പ് വരെയും കയറി ഏറ്റവും കൂടുതൽ കൊന്നപ്പൂക്കലകൾ പറിക്കാൻ മത്സരിച്ച ഒരു ബാല്യം ഏതോ നിഴൽത്തുരുത്തിൽ മറഞ്ഞുപോയിരിക്കുന്നു. ഇന്ന് വിഷുവിന് ഒരാഴ്ച മുന്നേ തന്നെ കണിക്കൊന്ന മരങ്ങൾ മൊട്ടയാവും. വിൽപ്പന ചന്തയിലാണ് ഇന്നത്തെ കാലത്ത് മത്സരം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. നമുക്ക് ഒരുമിച്ച് ലൈക്ക് അടിച്ച് യാത്ര പോകാം. കൂടെ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ.